Hello everyone, welcome back to Mary Street. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല തേങ്ങാപ്പാലിലിട്ട് വറ്റിച്ചെടുത്ത ഒരു സ്പെഷ്യൽ ഇറച്ചിച്ചോറാണിത്. ബീഫ് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കുക്കറിലേക്ക് നമ്മൾ ആദ്യം ബീഫാണ് ഉണ്ടാക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 കഷ്ണം പട്ട, അതുപോലെ ഒരു 5 ഏലക്ക, ഒരു കഷ്ണം ഒരു തക്കോലം, അതുപോലെ ഒരു 5 കരയാമ്പൂ, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എല്ലാം കൂടെ ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഏലക്കയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമല്ലോ. ആ സമയത്ത് ഒരു 3 സവാള ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് ഇതൊക്കെ മുരിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി വഴറ്റി നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ, അല്ലെങ്കിൽ നന്നായിട്ട് സോട്ടാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിന് എത്തിയപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ റൈസിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന കറിയാണല്ലോ, അപ്പോൾ കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവാള ഒന്ന് വാടിയതിന് ശേഷം ഇത് ചേർക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. ആ സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം എല്ലാം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയും ഇതുപോലെ നന്നായി ചേർത്ത് അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ വഴറ്റണം. ആ സമയത്ത് നമുക്ക് ഈ വലുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി എടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം, ഒന്ന് പ്യൂരി ചെയ്തെടുക്കാം. മല്ലിപ്പൊടി നന്നായി വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഒരു 2 ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത്രയും പൊടികളാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി വഴറ്റി ഒരു 3-4 മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റി നല്ല മണമാവുന്നത് വരെ വഴറ്റിയെടുക്കണം ഈ മസാല. എന്നാലാണ് നമ്മുടെ കറിക്ക് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. മസാല നന്നായി വഴന്ന് കിട്ടണം. ഇപ്പോൾ ഏകദേശം ഇത് വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ പ്യൂർ ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കാം. ഞാൻ എടുത്ത തക്കാളി അത്ര പഴുത്തതല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കളർ ആ പ്യൂരി ചെയ്തതിന്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ തക്കാളീനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് അടുക്കി പിടിക്കുമെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പിനടുത്ത് ചൂടുവെള്ളം ചേർത്തിട്ട് അതൊന്ന് മൂടി വെച്ച് തക്കാളി നന്നായിട്ടൊന്ന് വേകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തക്കാളി നന്നായി വെന്ത ഒരു മണം വരും. അതിനുശേഷം അതൊന്ന് ഇളക്കി നോക്കുമ്പോൾ കണ്ടില്ലേ, നല്ല പരുവത്തിനായിട്ടുണ്ട് മസാല നമ്മുടെ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര്. അപ്പോൾ പുളി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. ഞാനിവിടെ 1 കിലോ ബീഫാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി അത് നന്നായി വഴറ്റുക. അതിനുശേഷം നമുക്ക് കഴുകി കുറച്ച് നേരം വിനീഗറിലൊക്കെ ഇട്ട് വെച്ചൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. 1 കിലോ ബീഫ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ബിരിയാണിയുടെ പരുവത്തിനല്ല, അതിനേക്കാളും നമ്മുടെ കറിയുടെ പരുവത്തിനുമല്ല, ഒരു മീഡിയം ടൈപ്പായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതൊരു 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ നമ്മുടെ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കുക്കർ മൂടി ബീഫ് വേകുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്ത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരൊറ്റ വിസിലും, അതിനുശേഷം ഒരു 3-4-5 വിസിൽ ബീഫ് നന്നായി വേകുന്ന സമയം വരെയാണ് വേവിക്കേണ്ടത് കേട്ടോ. കണ്ടില്ല, ഇപ്പം വിസിലിൻ്റെ ഇതെല്ലാം പോയിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, എന്നാലും ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 1 കപ്പ്, അതായത് നമ്മൾ അരി അളന്നെടുത്ത അതേ അളവിലുള്ള കപ്പാണിത്. അപ്പോൾ അത്രയും 1 കപ്പ് ഗ്രേവി ഞാൻ മാറ്റുന്നുണ്ട് നമ്മുടെ അരി വേവിക്കാനായിട്ട്.
ഇതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള ഈ മസാല ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഒരു കപ്പിനടുത്ത് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ ഈ മൊത്തം ഇറച്ചിച്ചോറിലേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കട്ടിയായിട്ട് എടുത്തതിന് ശേഷം ഒരു 3 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിൽ നിന്ന് 1 കപ്പ് ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു ബീഫിലേക്ക്. എന്നിട്ട് അത് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഈ ഇറച്ചിച്ചോറ് കുറച്ചൊരു നാടൻ സംഭവമാണ്. അപ്പോൾ ഇതിലേക്ക് മല്ലിയിലേനേക്കാളും കൂടുതൽ നമുക്ക് കറിവേപ്പിലയുടെ ഫ്ലേവറാണ് ആവശ്യം കേട്ടോ. അപ്പോൾ അത് നന്നായി ഡ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കശുവണ്ടിയും മുന്തിരിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി അതിലേക്ക് ഈ 1 കപ്പ് ഗ്രേവി നമ്മൾ മാറ്റി വെച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ 4 കപ്പ് തേങ്ങാപ്പാൽ, ബാക്കിയുണ്ടായ തേങ്ങാപ്പാലിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് എടുത്തതാണ്. 4 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഇത് മൊത്തത്തിൽ 1 തേങ്ങയുടെ പാലാണ് കേട്ടോ. ഇനി നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 4.5 കപ്പ് വെള്ളം വേണം. ഞാനിവിടെ 1 കപ്പ് ഗ്രേവിയും അതുപോലെ 4 കപ്പ് തേങ്ങാപ്പാലും കൂട്ടിയിട്ട് 5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 4.5 കപ്പിന് പകരം കുറച്ചൊന്നും അധികം എടുത്തിട്ടുണ്ട്. ഇനി ഈ അരി നമ്മളൊരു 10-20 മിനിറ്റ് കഴുകിയതിന് ശേഷം വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതാണ്. സാധാരണ ബസ്മതി അരിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് നോർമൽ ചോറിലും ഇത് ചെയ്തെടുക്കാം. ഇനി 20 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ്, 20 മിനിറ്റ് വേണ്ട, ഒരു 12 മുതൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ അത് നന്നായി വെള്ളമെല്ലാം വറ്റി അരി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അരി ഇങ്ങനെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്തിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പുതിനയില വളരെ കുറവ് മതി. മല്ലിയിലയാണ് നമ്മൾ ഇതിലേക്ക് അധികം ചേർത്തിരിക്കുന്നത്. അതൊന്ന് ഇതിനകത്തേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു 3 പച്ചമുളക്, നമ്മൾ ഈ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ 3 പച്ചമുളക് ഒന്ന് കീറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എരിവൊന്നും വരില്ല. ഇനി നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ബീഫ് ഇതിൻ്റെ മേലെ ഒരു ലെയറാക്കി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളിതൊന്ന് ചെറുതായി ദം ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ആ മല്ലിയിലയും പുതിനയിലയും അതിൻ്റെ മേലെ വെക്കുക. പിന്നെ നമ്മൾ നോർമലി ദം ചെയ്യാൻ വെക്കുന്നത് പോലെ തന്നെ ഒരു ചപ്പാത്തിയുടെ പലകയോ എന്തെങ്കിലും അടിയിൽ, ദോശക്കല്ല് എന്തെങ്കിലും അടിയിൽ വെച്ചതിന് ശേഷം തീ അങ്ങ് ഹൈ ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം നമ്മുടെ ഈ റൈസും ബീഫും കൂടെ ലെയർ ചെയ്തിരിക്കുന്നതിൻ്റെ മേലെ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം നമുക്ക്. ഇനി ഒരു 15 മിനിറ്റ് അത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് തുറന്നു നോക്കുന്നത്. നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അതിന് ശേഷമാണ് അത് തുറന്നു നോക്കുന്നത്. ഇപ്പോൾ തുറന്നു നോക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നല്ല ആ ലെയറിലേക്കൊക്കെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒട്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ എന്നാൽ നല്ല ഫ്ലേവർ ഉള്ളൊരു റൈസാണ്. പ്രത്യേകിച്ചും തേങ്ങാപ്പാലിൻ്റെയും ആ ബീഫിൻ്റെ ഗ്രേവിയുടെയും എല്ലാം നല്ലൊരു അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും ഒരു എഫേർട്ട് ഇല്ല, എന്നാലും ടേസ്റ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ മിക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.